ഈ നൂറ്റാണ്ടിൽ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരവും നിഷ്ഠൂരവുമായ കുടിയൊഴിപ്പിക്കലായിരുന്നു മൂലംപള്ളിയിലേത്. മേരി ചേച്ചിയെ പോലുള്ളവർ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്ക് നേർസാക്ഷികളാണ്. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന വഴിയാണ്. പള്ളിയിൽ നിന്ന് അന്ന് കുരിശുവര പെരുന്നാളാണ്. കുരിശ് വരച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചാനലുകാരൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇന്നലെ അവർ പറഞ്ഞത് പൈസ മേടിച്ച ആൾക്കാരുടെ പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പൊളിക്കാത്ത ആൾക്കാരാണ്, കാശ് മേടിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കിടെയാണ് പൊളിക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ ശരിയായിരിക്കും പറഞ്ഞു വെച്ചാലേ പോലീസൊക്കെ ഇവിടെയൊക്കെ അന്നൊക്കെ ഇപ്പോഴല്ലേ വണ്ടിക്കൊക്കെ വന്ന് പോലീസൊക്കെ ഇറങ്ങണം. അന്നൊക്കെ ഒരുതരം കുറച്ച് പേരെ ആദ്യം കൊണ്ടുവന്നു, പിന്നെ ഒരുതരം ചങ്ങാടം പോലത്തെ സാധനത്തിലൊക്കെ അടവിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് പോലീസുകാരുടെ അതൊരു മേളം തന്നെയായിരുന്നു. എന്താണ് പോലീസിൻ്റെയൊക്കെ അഭിനയവും കാണിക്കലൊക്കെ. ഇവരൊന്നും മനുഷ്യരല്ലേ എന്ന് ഞാൻ അങ്ങനെ ഓർത്തുപോയി. എനിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നി. മരടിലെ വിവാദ ഫ്ളാറ്റുകളിലെ കുട്ടികളുടെയും താമസക്കാരുടെയും മാനസികാഘാതം കുറയ്ക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കുന്നതിനെ പലരും വിമർശിച്ചു കണ്ടു. ഞങ്ങൾ ആ കൂടെയില്ല. ആ സഹായം ശരിയായ നിലപാടാണ്, വേണ്ടതാണ്. മൂലംപള്ളിയിലെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകം വരെ കായലിലെറിഞ്ഞപ്പോൾ ഈ ഭരണകൂടം എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ടെന്നുകൂടി അംഗീകരിക്കണം. ഫ്ളാറ്റിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന മാനസികാഘാതത്തെ പറ്റിയൊക്കെ വലിയ ചർച്ചകളൂടെ ഉയർന്നു വന്നല്ലോ. അവിടെ ശിശുക്ഷേമ സമിതി വന്നു, ശ്രീമതി ടീച്ചർ വന്നു, അവരുടെ ആഘാതം കുറക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. ഈ മൂലംപള്ളിയിൽ അടിച്ചിറക്കിയ പാവങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു കുട്ടി ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണത്. ആ കുട്ടി ചാനലുകളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാഠപുസ്തകങ്ങൾ വരെ പോലീസ് കായലിലെറിഞ്ഞു എന്ന്. അത്രക്ക് ക്രൂരമായ നടപടികൾ നേരിട്ട കുട്ടികളുണ്ട്. അവിടെ ഒന്നും ഇവരാരെയും കണ്ടിട്ടില്ല. വാസ്തവത്തിൽ വല്ലാർപാടം പദ്ധതിക്കെതിരായിരുന്നില്ല മൂലംപള്ളിയിലെ ജനങ്ങൾ. പദ്ധതിക്കെതിരെ സമരം ചെയ്തിട്ടുമില്ല. അവർ സമരം ചെയ്തത് ഇറക്കിവിടുമ്പോൾ മാന്യമായ പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ്. ക്രൂരമായി കുടിയിറക്കപ്പെട്ടതിന് ശേഷം മൂലംപള്ളിയിലെ മനുഷ്യർ നടത്തിയ ജീവിത സമരം കേരളമാകെ കണ്ടതാണ്. മാവോയിസ്റ്റുകൾ നടത്തുന്ന സമരമെന്നായിരുന്നു VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആ സമരത്തെ വിശേഷിപ്പിച്ചത്. ഈ പ്രക്ഷോഭണം തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാണ്, മാവോയിസ്റ്റുകളാണ് പ്രക്ഷോഭണത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം മാത്രം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വരികയുണ്ടായി. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. മൂലംപള്ളി എന്നല്ല, ജനകീയ സമരങ്ങളെ അത്രയും മാവോയിസ്റ്റ് തീവ്രവാദ ചാപ്പകുത്തി അവഗണിക്കുക CPM-ന് ഇപ്പോഴൊരു ശീലമാണ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കരുതെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം തീവ്രവാദ മാവോയിസ്റ്റ് ചാപ്പയിൽ നിന്ന് ഒഴിവായതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടി ക്ലാസുകളിലൊന്നും പോകേണ്ടതില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തീവ്രവാദികളാണ്, മുണ്ടുടുത്ത ഗുണ്ടകളാണ്, മാവോയിസ്റ്റുകളാണ്, ദേശവിരുദ്ധരാണ്, അവരെ നിലക്ക് നിർത്തും, നിക്ഷിപ്ത താല്പര്യക്കാരാണ്. ഇങ്ങനെയൊക്കെയാണ് സമരക്കാരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മരടിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും അതിലെ നേതാക്കളുടെയും നിലപാട് ഒരു സമ്പന്ന വിഭാഗത്തിന് അനുകൂലമായിട്ട് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. മൂലംപള്ളിയിൽ കേരളത്തിന്റെ മനസാക്ഷിയെ മാത്രം ഒപ്പം നിർത്തിയാണ് ആ മനുഷ്യർ സമരം ചെയ്തത്. അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരികയായിരുന്നു. അങ്ങനെയാണ് മൂലംപള്ളി പാക്കേജ് ഉണ്ടായത്. നാട്ടിലെ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വെച്ചു നീട്ടപ്പെട്ട പാക്കേജ് ഇന്നുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാതെ എങ്ങനെയാണ് നാട് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിന് കുടിയിറക്കപ്പെടുന്നവർക്കൊപ്പമെന്ന് പറയാനാവുക? പാക്കേജ് പ്രഖ്യാപിച്ചത് VS സർക്കാരെങ്കിൽ പിന്നീട് 5 വർഷം ഭരിച്ചത് ഉമ്മൻചാണ്ടി. ഇപ്പോഴിതാ പിണറായി വിജയൻ. 316 കുടുംബങ്ങളിൽ ഇപ്പോൾ കേവലം 46 കുടുംബങ്ങൾക്ക് മാത്രമാണ് വീട് വെച്ച് മാറി താമസിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 46 കുടുംബങ്ങൾ വീട് വെച്ചതിൽ തന്നെ 7 വീടുകൾ ഇതിനകം ചരിഞ്ഞ് വിള്ളലുണ്ടായിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് വീതം വല്ലാർപാടം പദ്ധതിയിൽ തൊഴിൽ കൊടുക്കുമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആൾക്കും തൊഴിൽ കൊടുത്തിട്ടില്ല. 2 നില വീട് വെക്കണം, അത്രയുള്ള ഉറപ്പായ ഭൂമി തന്നെ, അവിടെ വെക്കുന്നവരെയുള്ള വാടക തന്നെ, ഇതെല്ലാം
കോടതിയിൽ നിന്ന് വിധിയുണ്ടായി. എന്നിട്ട് ഇതെല്ലാം നടപ്പിൽ വരുത്തിയ ഒരാൾക്ക് ജോലി, ഇതൊക്കെ നടപ്പിൽ വരുത്തിയെന്നാണ് ഞാൻ ചോദിക്കണത്.